ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ സ്റ്റാറായി മാറിയ ഒരു ആയുധമാണ് ബ്രഹ്മോസ്. ഇപ്പോൾ ബ്രഹ്മോസിനെ തകർക്കുക എന്നത് ചില രാജ്യങ്ങളുടെ ലക്ഷ്യമാണ്. അതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് നിർമ്മിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു ബംഗ്ലാദേശി സ്വദേശി പിടിയിലായിട്ടുണ്ട്. അതിനി ബംഗ്ലാദേശി ചാരനാണോ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് പറയാനാണെങ്കിൽ ശ്രീജിത്തെ, നമ്മുടെ ബ്രഹ്മപുരാണമാണെങ്കിലും അതിനെ തുടർന്ന് വരുന്ന എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ളത് സൃഷ്ടികർമ്മത്തിനുള്ള ഉപാധികൾ ബ്രഹ്മാവിന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ വിളിച്ചത്. എല്ലാവരുടെയും സൃഷ്ടികർമ്മം അദ്ദേഹമാണ് നിർണ്ണയിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തെളിയുന്നത് ഈ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്ന ചാക്കയിലെ ഫാക്ടറിക്ക് സമീപം നടന്ന സംഭവം തെളിയിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തെളിയുന്നതല്ല, അത് തന്നെ നേരത്തെ തെളിഞ്ഞിട്ടുണ്ട് ബംഗാളിൽ. അതായത് ഈ സൃഷ്ടികർമ്മത്തിനുള്ള കഴിവ് ബംഗാളിലെ ദീദിയായിട്ട് അറിയപ്പെടുന്ന മമതാ ബാനർജിക്കും ഉണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നാണ്. കാരണം പിടിയിലായിരിക്കുന്ന പുള്ളി, ഇപ്പോൾ താങ്കൾ പരാമർശിക്കുന്ന പിടിയിലായിരിക്കുന്ന പുള്ളി പാസ്പോർട്ടിലെ രേഖകൾ പ്രകാരം, ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ കടക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിൽ നിർമ്മിച്ച ഒന്ന്, ആധികാരികമായ പരിശോധനകൾ നടത്തി തയ്യാറാക്കുന്ന രേഖയാണ്. അതൊരു ഫാക്ടറിയിൽ നിർമ്മിച്ചതല്ല എങ്കിൽ ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് 30 വയസ്സുണ്ട് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജനനം 31 വയസ്സ് 1994 എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ രേഖ. കാലഹരണപ്പെട്ടതാണ് പാസ്പോർട്ട്, പക്ഷേ അതിലെ ആധികാരികമായ രേഖ തന്നെ ആണല്ലോ, അത് കാലഹരണപ്പെടുന്നില്ലല്ലോ, ജനിച്ച ദിവസം, ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ബംഗാളിലെത്തിയപ്പോൾ ഇദ്ദേഹം 17, നേരെ പകുതി വയസ്സുള്ള ഒരാളായിട്ടാണ് മാറി. കേവലം 17 വയസ്സ്. ആ 17 വയസ്സുള്ള ആളായിട്ടും പേര് മാറ്റിയുമാണ് മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ഈ ഇൻഫിൽട്രേറ്റർക്ക് ആധാർ കാർഡ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ആധാർ കാർഡ് ഇയാളുടെ പേരിൽ അടിച്ചു കൊടുത്തതാണ്, സിം കാർഡുകൾ ഉള്ളതുപോലെ. അങ്ങനെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മമതാ ബാനർജി അവിടെ ബംഗാളിൽ. ആ മമതാ ബാനർജി തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെല്ലാം മക്കളെ വാ എന്നും പറഞ്ഞ് ക്ഷണിച്ചിട്ടുമുണ്ട്. 5000 രൂപ തരാം, 5000 രൂപ ദിവസം വെറുതെ തരാമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ വോട്ട് വേണം, വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ അയക്കും. വോട്ട് വരുമ്പോൾ അതിൻ്റെ ബൂത്ത് ലെവൽ ഏജന്റ് എന്നൊക്കെ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാരാണല്ലോ. ബൂത്ത് ലെവൽ ഓഫീസർമാരും അവരുടെ ആൾക്കാർ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓക്കെ, വോട്ടൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി അവർ മതി. അങ്ങനെയുള്ള ആൾക്കാരെയും വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ആൾക്കാർക്ക്, ഇയാളുടെ പേര് പ്രണോബി ശർമ്മി എന്നാണ്, പക്ഷേ മറ്റൊരു പേരിലാണ് ഇയാൾ ആ പാസ്പോർട്ടിലുള്ളത്. അപ്പോൾ ബംഗാളി ഗവൺമെൻറ് പ്രണോയ് റോയി എന്നാണ് പാസ്പോർട്ടിലുള്ളത്. അപ്പോൾ ബംഗാൾ ഗവൺമെൻറ് ഇദ്ദേഹത്തിനെ പേര് മാറ്റിയെടുത്ത് പുതിയൊരു ജന്മം കൊടുത്ത് 17 വയസ്സുള്ള ആളായിട്ട് 17 വയസ്സ് കണ്ടിട്ട് മാമോദീസ മുക്കി 13 വയസ്സ് ഇദ്ദേഹത്തിന് ആയുസ് കൂട്ടിക്കൊടുത്തിരിക്കുക. നമ്മുടെ ടൈം സോൺ അനുസരിച്ച് ടൈം ചേഞ്ച് ചെയ്യുന്ന പോലെ ബംഗാളി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം നേരെ 13 വയസ്സും കുറച്ചു. ഇതുപോലെ ഒരുപാട് തോന്നിയവാസങ്ങൾ നടക്കുന്നുണ്ട് ബംഗാളിൽ വോട്ടിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റിയെടുക്കും അവർ, ബംഗാളിൽ നിന്ന് വരുന്നവരെ, റോഹിംഗ്യകളെ, ബർമയിൽ നിന്ന് വരുന്നവരെയൊക്കെ. ആ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട്. അവരുടെ പരിപാടി അതാണ്, അങ്ങനെ വോട്ട് വാങ്ങുക, വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ബംഗാളിൽ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ കേരളത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം പോയിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ മേഖലയാണ്. വെളിയിലൊരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട്, ലേബർ ക്യാമ്പിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം പണിയെടുത്ത് വരികയായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പേര് അങ്ങനെയുണ്ട്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന സ്ഥലം, വേറെ ആരുമില്ല കൂടെ. ചാക്കയിലെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള ബ്രഹ്മോസ് നിർമ്മിക്കുന്ന ആ ഫാക്ടറിയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അത് സംശയകരമാണ്. നമ്മൾ പറയുന്നില്ല അദ്ദേഹം അവിടുത്തെ വിവരങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണെന്നൊന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയുള്ള ഒരു ഫോട്ടോ പോലും അതീവ ഗൗരവമാണ്. ആ ഫോട്ടോ സൈബർ സ്പേസിലൂടെ ലോകമെങ്ങും എത്തിക്കാൻ കഴിയും. അതിനുള്ള നിർദ്ദേശം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ബീഹാറിലേക്കും ഒക്കെ ചാവേറുകളെ അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീകരവാദികളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ല.
ബംഗ്ലാദേശിന് ഇന്ത്യയുടെ മമതയുമില്ല. ബംഗ്ലാദേശിനോട് മമതയ്ക്ക് മമതയുണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയോട് അവർക്ക് മമതയൊന്നുമില്ലാത്ത രാജ്യമാണ്, ശത്രു രാജ്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു പൗരൻ ഇവിടെ വന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വന്നതല്ല എന്നുള്ളതിനാണ് ഈ തെളിവുകൾ. കാരണം കുറച്ചു നാൾ മുൻപായിരുന്നു ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു, ബ്ലോഗറുമായിട്ടും കേരളത്തിൽ വന്നിരുന്നു. അങ്ങനെ എല്ലാവർക്കും വരാനുള്ള ഒരു ഇടമായി കേരളം മാറിയിട്ടുണ്ട്. ഇടാൻ എന്ന് മാത്രമല്ല, കണ്ട സ്ഥലം ബ്രഹ്മോസ് മിസൈലിന്റെ ആസ്ഥാനത്ത് ഈ പയ്യൻ എന്താ കാര്യം, അതീവ രഹസ്യ മേഖലയിൽ എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതും പേട്ട പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ പേട്ട പോലീസിന് ഈ വിവരം അതീവ രഹസ്യമായിട്ട് കിട്ടിയ വിവരമാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്ത് നമ്മൾ അറിയണം. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണക്കാരെന്ന് വിചാരിക്കുന്ന മൂന്ന് ഭീകരവാദികൾ പഹൽഗാമിലേക്ക് പോയി ഇന്നസെൻസ് ആയിട്ടാണ് ആൾക്കാർ തോന്നിയത്. അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല, കണ്ട പലരും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഈ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ഇനി മതം നോക്കി അവരുടെ വസ്ത്രം അഴിച്ചു പരിശോധിച്ച് അവരുടെ മതം നോക്കിയിട്ട് കൊല്ലുന്ന ആൾക്കാരാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം ഇത് തകർക്കാൻ വന്നതാണോ? കാരണം പാകിസ്ഥാന് കാര്യമായ പരിക്ക് നൽകിയ ഒന്നാണ് നമ്മുടെ ഈ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് മിസൈൽ. കേരളത്തിൻ്റെ കൂടി അഭിമാനമാണ് അത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സമഗ്രമായിട്ട് അന്വേഷണം വേണം. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ തൊഴിലാളികളെന്ന വ്യാജേന കൂടി നാട്ടിലേക്ക് കടത്തി വിടുന്നുണ്ട് ഭീകരവാദികളെയും അതുപോലെ തന്നെ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വരുന്നവരെയും വ്ളോഗർമാരുടെ രൂപത്തിലും തിരിച്ചറിയുന്നു. ജ്യോതി മൽഹോത്ര ബംഗ്ലാദേശിൽ നിന്നും വന്നല്ല, ഇന്ത്യയിലെ തന്നെ ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ജാഗ്രത ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ഈ രാജ്യത്തിന് വലിയൊരു നഷ്ടമാവും. നമ്മുടെ പൗരന്മാരാണ് മരിക്കേണ്ടി വരിക. അപ്പോൾ ആ ജാഗ്രത എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ഇൻ്റലിജൻസിന് ഇങ്ങനെ ഇടപെടാൻ കഴിഞ്ഞൊന്നും വരില്ല. ജനങ്ങളാണ് ഏറ്റവും വലിയൊരു ഇൻ്റലിജൻസ്. ഇക്കാര്യത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വളരെ തീർച്ചയാണ്. ബംഗാളിൽ നടക്കുന്ന ഈ നെറികെട്ട ആധാർ കാർഡ് നിർമ്മാണത്തിൻ്റെയും ആധികാരികമല്ലാത്ത ഒരു രേഖയായിട്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കാർഡിനെ മാറ്റിയതിൻ്റെയും ഉത്തരവാദിത്തം മമതാ ബാനർജിക്ക് തന്നെയുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെ ബംഗാളിൻ്റെ മണ്ണിൽ അർത്ഥശൂന്യമാക്കിയതിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മമതാ ബാനർജിക്കാണ്. അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ, ജ്യോതി ബാസു തുടങ്ങിയവരുടെ കാലത്ത് റിഗിങ് നടന്നിരുന്നു. അതെല്ലാം ഇല്ലാതാക്കിയത് TN ശേഷൻ എന്ന സമർത്ഥനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പോൾ അതൊന്നുമില്ല. അവിടെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. എല്ലാ കാലത്തും ഉള്ള പട്ടിക പോലെ ഇപ്പോഴത്തെ പട്ടികയും ഇയാൾ ചുമ്മാതെ വട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വ്യാജ വിലാസങ്ങളിൽ വ്യാജ ആധാർ കാർഡുമായി വിലസുന്ന അതിഥി തൊഴിലാളിയായിട്ട് വിലസുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കണം. അദ്ദേഹത്തെ മർദ്ദിച്ചു കൊല്ലണം, മധുവിനെ കൊന്നതുപോലെ എന്നല്ല പറയുന്നത്. അന്വേഷണം നടത്തണം. അവരിൽ നിന്നും നമ്മൾ രഹസ്യങ്ങൾ ചോർക്കണം. ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? എന്തിനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ദൗത്യം എന്നുള്ളത് തീർച്ചയായിട്ടും അറിയണം. കാരണം കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ അമേരിക്കയുടെ സംരക്ഷണത്തോടുകൂടി വീണ്ടും ഒരു ആക്രമണം നടത്തി ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ ഉള്ള വെറിയിലാണ്, മതവെറിയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെയധികം ജാഗ്രത രാഷ്ട്രത്തിന് വേണ്ടി പുലർത്തേണ്ടതായിട്ടുണ്ട്.